ഞാൻ ലാൽ ജോസ്. ഇതെൻ്റെ വീട്. ഇത് ഒറ്റപ്പാലാണ് സ്ഥലം. ഇനി ഞാൻ പഠിച്ച സ്കൂളിലേക്കും എൻ്റെ അച്ഛനമ്മയും താമസിക്കുന്ന വീട്ടിലേക്കൊക്കെ നമുക്ക് പോകാം. അവരെയൊക്കെ പരിചയപ്പെടാം. എൻ്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടാം. ഇത് ഒറ്റപ്പാലത്തിൻ്റെ ഇടവഴികളാണ്. പണ്ട് ഇത് ഇങ്ങനെ ടാർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇട്ടലുകൾ എന്നാണ് അവരതിന് പറയുന്നത്. ഇത് എൻ്റെ വിദ്യാരംഭം കുറിച്ച സ്കൂളാണ്. 1ാം ക്ലാസ്സിൽ ഇവിടെയാണ് പഠിച്ചത്. 1, 2, 3, 4 ക്ലാസ്സുകൾ ഈ സ്കൂളിലാണ് പഠിച്ചത്. LSN LP സ്കൂൾ എന്നാണ് ഇതിന് പറയുന്നത്. ഈ സ്കൂളുമായിട്ട് മറ്റൊരു ബന്ധമുള്ളത്, ഈ സ്കൂളിലാണ് ഇപ്പോൾ ഇതേ ക്ലാസ്സുകളിലാണ് എൻ്റെ ഭാര്യ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ടീച്ചറാണ്. എൻ്റെ അമ്മ ഇതിൻ്റെ തന്നെ UP സെക്ഷനിൽ ഹിന്ദി ടീച്ചറായിരുന്നു, LSN ഗേൾസ് ഹൈസ്കൂളിൽ. എൻ്റെ മകള് ഇപ്പോൾ പഠിക്കുന്നത് ഇവിടെയാണ്. 2 പെൺമക്കളും പഠിക്കുന്നത് ഈ സ്കൂളിലാണ്. ഈ സ്കൂളുമായിട്ട് വളരെ വലിയൊരു ബന്ധം ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തം ഉണ്ട്. എൻ്റെ ആദ്യകാല ജീവിതം മുഴുവൻ ഈ സ്കൂളും ഈ പള്ളി, ഇവിടെ ഒരു ചാപ്പലുണ്ട്, കോൺവെൻറ്റ് ചാപ്പൽ. അന്ന് ചാപ്പലായിരുന്നു, ഇപ്പോൾ അത് ഒരു പാരിഷായി. ഈ പള്ളിയും ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ചെലവഴിച്ചിട്ടുള്ളത്. ഇവിടെയാണ് വേദോപദേശം ക്ലാസ്സുകൾ. 10ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് സൺഡേ സ്കൂളിന് വരുന്നത്, വേദോപദേശ ക്ലാസ്സുകൾക്ക്. ഇവിടുത്തെ പള്ളിയിലെ കൊയറിൽ, ഇവിടുത്തെ പള്ളിയിലെ ഓൾട്ടർ ബോയ് ആയിരുന്നു ഞാൻ. നമുക്ക് അങ്ങോട്ട് പോവാം, പള്ളി കാണാം. ഇത് ഈ കോൺവെൻറ്റിൻ്റെ ചാപ്പലായിരുന്നു മുൻപ്. ഇപ്പോൾ കാലിക്കറ്റ് ഡയോസിസിൻ്റെ കീഴിലുള്ള പാരിഷാണ്. ഈ പള്ളിയിലാണ് എത്രയോ വർഷങ്ങൾ ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു, അൾത്താരയിലെ സഹായി. ഇവിടുത്തെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാനൊരു 10 പേരെ അറിയുന്ന ആളായതെന്നാണ് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നത്. ഇതാണ് എൻ്റെ സിസ്റ്റർ സെബസ്റ്റ്യാന. എന്നെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെ ഡ്രോയിങ് പഠിപ്പിക്കൽ, കളിപ്പിക്കൽ, പാട്ട് പഠിപ്പിക്കൽ, എല്ലാ പരിപാടികൾക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കാറ്റഗിസം പഠിപ്പിച്ചു. പിന്നെ എന്നെ ആദ്യ കുർബാന സ്വീകരണത്തിന് എന്നെ ഒരുക്കി. ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ്. എല്ലാ രാത്രിയും അല്ലേ എന്നെ പ്രാർത്ഥിച്ചേ കിടക്കുള്ളൂ. മാതാവിനോട് എൻ്റെ കാര്യം എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. എന്നെ നേരായ വഴിക്ക് നടത്തണേ, ചീത്ത കുട്ടിയാക്കല്ലേ, നല്ല കുട്ടിയാക്കണേ, സിനിമകളൊക്കെ ഓടണേ അല്ലേ. ഫ്രണ്ട്സാണ്. ഇത് രാജശങ്കർ ഒറ്റപ്പാലം കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് സിബി ഇൻഷുറൻസിലാണ്. എന്താണ് റോയൽ സുന്ദരം അല്ലേ? റോയൽ സുന്ദരം. സത്യൻ ഇവിടെ ബിസിനസ്സാണ്. സത്യനാരായണൻ എന്നാണ് ശരിക്കുള്ള പേര്. ഞങ്ങൾ വിളിക്കുന്നത് കാട്ടാന എന്നാണ്. കാട്ടാന സത്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബാലഗോപാൽ പ്ലാന്ററാണ്. ഇവിടെ ഒറ്റപ്പാലത്തെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഈ സ്കൂളിലാണ് ഒരുമിച്ച് പഠിച്ചത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂൾ ഒറ്റപ്പാലം NSS KP തമ്പാൻ ഹൈസ്കൂൾ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരുപാട് ഓർമ്മകളുണ്ട് ഈ വരാന്തയ്ക്കും
വരാന്തയിലും ഈ സ്കൂൾ ഗ്രൗണ്ടിനും പറയാൻ ഒരുപാട് കഥകളുണ്ട്. പണ്ട് ഈ സ്കൂളിനെ മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളൊരു മാഷുണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. മണി മാസ്റ്റർ എന്നാണ്. മണി മാസ്റ്റർ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. മണി മാസ്റ്റർ വടിയെടുത്ത് ഈ വരാന്തയിൽ കൂടെയൊക്കെ എന്നെയും എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒറ്റപ്പാലത്തുകാർക്ക് ഏറ്റവും പാഠ്യേതര വിഷയങ്ങളിൽ ഈ സ്കൂളിനുള്ളൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുന്നത് വർഷത്തിലൊരു തവണയാണ്. ചെനക്കത്തൂർ കാവിലെ പൂരത്തിന് ഇവിടെ നിന്നാണ് ഒറ്റപ്പാലം തട്ടകത്തിൻ്റെ വേല ഇറങ്ങുന്നത്. വലിയ പണ്ടാറക്കുതിര എന്നാണ് പറയുക, വലിയ കുതിര. അതിവിടെ ഉണ്ടാക്കി വയ്ക്കും തലേ ദിവസം. കുതിരയെ കാണാൻ തലേന്ന് രാത്രി ആളുകൾ ഇവിടെ വരും. അങ്ങനെ ഈ NSS KPT തമ്പാന ഹൈസ്കൂളിന് ഈ ഒറ്റപ്പാലത്തുകാരെ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ളതിനപ്പുറം അവരുടെ സാംസ്കാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പാർട്ടിസിപ്പേഷനുള്ള ഒരു സ്ഥലമാണ്. ഇത് വേണമെങ്കിൽ ഒരു ക്ഷേത്രമാണെന്ന് പറയാം. എനിക്ക് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത്, അവിടെ 5ാം ക്ലാസ്സിൽ അമ്മു ടീച്ചറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഭയങ്കര നുള്ളും. അപ്പൊ അന്ന് ആ ബിയർഡ് പെൻസിൽ കൂട്ടി പിടിക്കും ചെയ്തു അമ്മു ടീച്ചർ. അന്ന് ഉണ്ടായിരുന്നൊരു ബാലചന്ദ്രൻ, ഇംഗ്ലീഷിലെ സതി ടീച്ചർ, പിന്നെ മണി മാസ്റ്റർ, പിന്നെ ASN മാഷ് ഫിസിക്സ് ഒക്കെ എടുത്തിരുന്നത്. ASN മാഷ് അല്ലേ? ASN മാഷ് മനുഷ്യരി എന്ന് പറഞ്ഞ സാവിത്രി എന്ന് പറഞ്ഞ നല്ല തടിച്ചിട്ട് മകളൊക്കെ ഉണ്ട്. മകള് ഭയങ്കര തടിച്ചിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. ജയന്ത നമ്പൂരി മാഷ്. നമ്മുടെ പാട്ട് ടീച്ചറുടെ പേരെന്തായിരുന്നു? UP-യിലൊക്കെ നമുക്ക് പാട്ട് പഠിപ്പിച്ചിരുന്നത്. അല്ല പേര് പാട്ട് ടീച്ചർ എന്നാണെന്ന് പറയാം. മനസ്സിലായില്ലേ? കുറച്ച് ഡാർക്കായിട്ട് ഓർമ്മയില്ലേ? അതെ. പിന്നെ NCCയുടെ ഇത് ഇവിടെയായിരുന്നു, NCCയുടെ ഓഫീസ്. NCCക്ക് സത്യനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ മഹാ കുഴപ്പക്കാരനായിരുന്നു. ഇവൻ ബജി റിഫ്രഷ്മെന്റ് കിട്ടാൻ വേണ്ടി മാത്രം NCCക്ക് ഉള്ളതിൽ അന്ന് ആരോഗ്യം കൂടുതലുള്ളത് ഇവനായിരുന്നു. അപ്പം NCCക്ക് ബജിയുടെ ടൈമിൽ മാത്രം വരും. മാഷ സോപ്പിട്ടിട്ട് ആ സമയത്ത് അതിനു മുമ്പൊക്കെ എവിടെയെങ്കിലും മാറി വയ്ക്കും. എന്താ ഷൂവിന്റെ സോക്സ് കൊടുന്നില്ല എന്ന് പറയും. അപ്പൊ സോക്സ് ഇല്ലാത്ത ആൾക്കാരൊക്കെ മാറി വയ്ക്കുമെന്ന് പറയും. അപ്പോൾ മാറി വയ്ക്കും. ഞങ്ങളൊക്കെ മാർച്ച് 1 മണിക്കൂർ മാർച്ച് ചെയ്തതിനു ശേഷം വന്നിട്ടാണ് ബജിയും പഴംപൊരിയും കിട്ടുന്നത്. ഇവൻ അതുവരെ മാറി നിന്നിട്ട് ഷൂ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ സോക്സ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഡ്രസ് ചെയ്യണ്ട പറയും. അപ്പൊ ഡ്രസ് ചെയ്തില്ലെങ്കിൽ മാർച്ച് ചെയ്യും വേണ്ടല്ലോ. അപ്പൊ നമുക്ക് ഗ്രൗണ്ടിൽ കളിക്കാം, മറ്റവരുടെ കൂടെ കളിക്കാം, കളിച്ചിട്ട് വന്നിട്ട് ഇവിടെ കഴിക്കുകയും ചെയ്യാം. സ്ഥിരം പരിപാടി. ഞാനൊക്കെ അന്ന് കരാട്ടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കണം എന്ന് വിചാരിച്ചിരുന്ന ആദ്യത്തെ ആൾ ഇവനായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള എങ്ങനെ വെച്ചാൽ, നമ്മുടെ കൊച്ചനിയല്ലേ രാജ ടീച്ചറായിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ ട്യൂഷൻ കാലത്തുണ്ട് ഇവനൊക്കെ. 10th ട്യൂഷൻ കാലത്തുണ്ട്. ഓർമ്മയുള്ളൊരു സംഭവം വെച്ചാൽ, നമ്മുടെ കൊച്ചനിയനില്ലേ, പാലാട്ടൂരിലെ കൊച്ചനിയൻ ഒരു നോർത്ത് സ്റ്റാർ ഷൂ, അന്ന് നോർത്ത് സ്റ്റാർ ഷൂ ഭയങ്കര സംഭവമാണ്. അങ്ങനെ നോർത്ത് സ്റ്റാർ ഷൂ അവൻ്റെ ചേട്ടൻ്റെ ആയിട്ട് അവൻ അടിച്ചു മാറ്റിയതാണെന്നാണ് ഞാൻ പിന്നീട് എനിക്ക് തോന്നണത്. കാരണം 40 രൂപയ്ക്ക് ആ ഷൂ തരാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഭയങ്കര വിലയാണ് നോർത്ത് സ്റ്റാർ ഷൂ എന്നൊക്കെ ഭയങ്കര വിലയുള്ള. അങ്ങനെ 40 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വീട്ടിൽ ചോദിച്ചപ്പോൾ 40 രൂപ കിട്ടുന്ന പ്രശ്നമില്ല. അങ്ങനെ അവസരം സന്തോഷിന് 40 രൂപയ്ക്ക് മേടിച്ചു കൊടുത്തു ഈ ഷൂ. മേടിച്ചു കൊടുത്തപ്പോൾ അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു വിഡ്ഢിത്തരം ആലോചിക്കുന്നത്. എൻ്റെ ചെറിയ കാലം സന്തോഷിൻ്റെ പാളക്കാല് അവനത് കറക്റ്റായിരുന്നു. അപ്പം ഞാൻ മേടിച്ചിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമാണ്, തുണി കുത്തി കയറേണ്ടി വരും. എന്നിട്ട് എനിക്ക് കൊച്ചനിയൻ 5 രൂപ കമ്മീഷൻ തന്നതിന്. അപ്പോൾ 35 രൂപയ്ക്ക് അത് കൊടുക്കാൻ അവൻ തയ്യാറായെങ്കിൽ അത് അവൻ എവിടെ നിന്നോ അടിച്ചു മാറ്റിയിട്ടുള്ളതാണ്. സന്തോഷ് ആ ഷൂ ഇട്ട് നടക്കുമ്പോൾ മുഴുവൻ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ആരെങ്കിലും വന്ന് കുത്തിരി പിടിച്ച്, കാരണം അന്ന് വളരെ റയറാണ് ആ ഷൂ. ഓർമ്മയില്ലേ, നോർത്ത് സ്റ്റാർ എന്നൊക്കെ എഴുതിയിട്ട് ഒരു പച്ച ഷൂ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ സന്തോഷ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും ചുറ്റുവട്ടത്ത് ആരെങ്കിലും ആ ഷൂമിലേക്ക് നോക്കണ്ട. മോഷണം മുതലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇടനിലക്കാരന് കൊടുക്കുമല്ലോ.